തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരെയും ആത്മീയമായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഹെബ്രായ ലേഖനം 12-ാം അധ്യായം പഠിപ്പിക്കാൻ പോവാണ്. സാധിക്കുന്ന എല്ലാവരും വിശുദ്ധ ഗ്രന്ഥം തുറക്കുന്നു. നമ്മൾ ഒരുമിച്ച് വായിച്ച് ഈ അഭിഷേകം പ്രാപിക്കാൻ പോകുന്നു. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് 1. ശ്രദ്ധിച്ച് നമുക്ക് ഈ വചനം വായിക്കാം. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. ഹെബ്രായ ലേഖനത്തിലൂടെ നമ്മളോട് വളരെ ശക്തമായ ഒരു സന്ദേശമാണ് ഈ സമയം പരിശുദ്ധാത്മാവ് പറയുന്നത്. ഒരിക്കൽ കൂടെ വായിക്കാം. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിര ഉത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വചനം നമ്മളോട് പറയാണ്, നമ്മളെല്ലാവരും ഒരു ഓട്ടമത്സരത്തിലാണ്. ഈ ഓട്ടമത്സരത്തിൽ സ്ഥിര ഉത്സാഹത്തോടെ ഓടിത്തീർക്കണം. അങ്ങനെ തന്നെ വേണമെന്നാണ് വചനം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ അവസ്ഥ എന്താണിപ്പോൾ? ഓടാൻ പറ്റിയ അവസ്ഥ വല്ലതും ആണോ? പലരും ഈ മഹാദുരിത കാലഘട്ടത്തിൻ്റെ ബാധ്യതകൾ മുഴുവൻ ഏറ്റെടുത്ത് ഓട്ടമൊക്കെ അവസാനിപ്പിച്ച് ക്ഷീണിച്ച് തളർന്ന് വല്ലാത്തൊരു മരവിപ്പിലൂടെയാണ് കടന്നു പോകുന്നത്. ക്ഷീണിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിലും, ഇനി ഓടാൻ ഞാനില്ല എന്ന് പറഞ്ഞ് സ്വയം പിന്മാറിയിട്ടുള്ള വ്യക്തിയാണെങ്കിലും, മുന്നോട്ടോടാൻ ഇനി ഒന്നും പ്രത്യാശിക്കാൻ വകയില്ല എന്ന് കരുതുന്ന വ്യക്തിയാണെങ്കിലും, ഇന്നത്തെ ഈ വചനം നിന്നോട് അതിശക്തമായ ഒരു സന്ദേശം നൽകുന്നുണ്ട്. വചനം പറയുന്നത്, നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. നമുക്ക് വേണ്ടി മാത്രം ഒരു ഓട്ട മത്സരത്തിൻ്റെ ഒരു ട്രാക്ക് ദൈവം നിശ്ചയിച്ചിരിക്കുകയാണ്. നീ ഓടിത്തീർക്കേണ്ട ട്രാക്ക് അത് മറ്റു വ്യക്തി വന്ന് ഓടി തീർക്കാൻ പറ്റില്ല. ഞാൻ കടന്നു പോകേണ്ട വഴി അത് ഞാൻ തന്നെ കടന്നു പോകേണ്ടതാണ്. ഞാൻ തന്നെ ഓടിത്തീർക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഒരു ആത്മീയ കൃപ ഇന്ന് നമ്മൾ സ്വീകരിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ വായിച്ച വചനത്തിൻ്റെ ആദ്യ ഭാഗം ഈ വചനത്തിൻ്റെ വലിയ ഒരു അഭിഷേകവും ഊർജവും നമുക്ക് പകർന്നു നൽകുകയാണ്. പ്രത്യേകിച്ച് ഓട്ടമത്സരത്തിൽ ക്ഷീണിച്ചിരിക്കുന്ന ഓരോരുത്തരും ആദ്യത്തെ വചനം വായിച്ച് ശക്തി പ്രാപിക്കാം. ഓട്ടമത്സരത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഓട്ടക്കാർ ഗ്ലൂക്കോസ് കഴിച്ചിട്ട് അവർ ശക്തിയോടുകൂടെ ഓടും എന്ന പോലെ തന്നെ നമുക്ക് ശക്തി നൽകുന്ന വലിയ ഒരു ഊർജത്തെക്കുറിച്ചാണ് ആദ്യത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. വചനം ഇങ്ങനെയാണ്: നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ. ശ്രദ്ധിച്ചോണം, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയൊരു സമൂഹമുണ്ട്. അതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നിന്റെ ജീവിതത്തിൽ ഓട്ടമത്സരത്തിൽ മുന്നോട്ട് നീങ്ങാൻ, ജീവിതമാകുന്ന ഓട്ടത്തിൽ നിനക്ക് മുന്നോട്ട് നീങ്ങാൻ തടസ്സമായി നിൽക്കുന്ന, നിന്നെ വിഷമിപ്പിക്കുന്ന ഭാരം, പാപം, അതെല്ലാം എങ്ങനെ നീക്കിക്കളയാം? നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ ഒരു സമൂഹമുണ്ട്. അത് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൽ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: സറൗണ്ടഡ് ബൈ സോ ഗ്രേറ്റ് എ ക്ലൗഡ് ഓഫ് വിറ്റ്നസസ്. നമുക്ക് ചുറ്റും ഒരു ആവരണം പോലെ സാക്ഷികളുടെ വലിയൊരു കൂട്ടം. അതെന്താണ് എന്ന് നമ്മൾ ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഈ കത്തോലിക്ക തിരുസഭ നമുക്ക് നൽകുന്ന വലിയൊരു സമ്മാനത്തെക്കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല, വിശുദ്ധരുടെ വലിയ ഒരു സാക്ഷികളുടെ കൂട്ടായ്മ. നമുക്ക് ചുറ്റും അപ്രകാരം വിശുദ്ധരുടെ വലിയൊരു സാന്നിധ്യമുണ്ട്.
ഞാനിത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ കടന്നു പോകുന്നത് ഒക്ടോബർ മാസത്തിലൂടെയാണ്. ഒക്ടോബർ മാസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേക സമർപ്പിക്കപ്പെട്ടിരിക്കുന്നൊരു മാസമാണ്. അതോടൊപ്പം നമ്മൾ ഒരു കാര്യം കൂടെ അറിയണം. ഈ ഒക്ടോബർ മാസത്തിൽ ഒത്തിരി വിശുദ്ധരുടെ, എല്ലാ ദിവസവും 365 ദിവസവും വിശുദ്ധരുടെ തിരുനാളുകളുണ്ട്. പക്ഷേ ഈ ഒക്ടോബർ മാസത്തിൽ നമുക്ക് പ്രിയപ്പെട്ട, നമുക്ക് പരിചയമുള്ള അനേക വിശുദ്ധരുടെ തിരുനാളുകൾ ആഘോഷിക്കുന്ന നാളുകളാണ്. അപ്പോൾ ഈ നാളുകളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശുദ്ധരുടെ, സാക്ഷികളുടെ വലിയ ഒരു കൂട്ടായ്മയിലാണ് നമ്മളിതാ ഈ സമയം പ്രാർത്ഥനയിലായിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, സെപ്റ്റംബറിൻ്റെ അവസാനം, സെപ്റ്റംബർ 27-ാം തീയതി വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ തിരുനാളായിരുന്നു. അതിൻ്റെ തുടർന്നായിട്ട് നമ്മൾ മുഖ്യദൂതന്മാരുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ഒക്ടോബർ മാസം 1-ാം തീയതി നമ്മൾ ലിറ്റിൽ ഫ്ലവറിൻ്റെ തിരുനാൾ ആഘോഷിച്ചു. 4-ാം തീയതി ഫ്രാൻസിസ് അസീസി പുണ്യവാളൻ്റെ തിരുനാൾ ആഘോഷിച്ചു. മുന്നോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം 5-ാം തീയതി ഫൗസ്റ്റീനാമ്മയുടെ തിരുനാൾ ആഘോഷിച്ചു. മുന്നോട്ട് പോകുമ്പോൾ വിശുദ്ധ ഡാനിയേലിൻ്റെ തിരുനാൾ വരുന്നു, ഡാമിയൻ്റെ തിരുനാൾ വരുന്നു. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ 15-ാം തീയതി അമ്മ ത്രേസ്യയുടെ തിരുനാൾ വരുന്നു. 18-ാം തീയതി വിശുദ്ധ ലൂക്കായുടെ തിരുനാൾ വരുന്നു. അതോടൊപ്പം തന്നെ 22-ാം തീയതി നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട, പ്രിയപ്പെട്ട ഒരു വിശുദ്ധൻ, ഈ കാലഘട്ടത്തിൻ്റെ തന്നെ വിശുദ്ധൻ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ്റെ തിരുനാൾ. അതിനോട് ചേർന്ന് 28-ാം തീയതി യൂദാ തദേവുസ്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഈ മാസത്തിൽ നമുക്ക് പരിചയമുള്ള ഒത്തിരി വിശുദ്ധരുടെ വലിയൊരു സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്ന നാളുകളാണ്. ഈ വിശുദ്ധരുടെയൊക്കെ സാന്നിധ്യം നമ്മൾ വ്യക്തിപരമായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ വചനം പഠിപ്പിക്കുന്നു, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ ഒരു ആവരണം, സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വസിക്കണം. ഓട്ടപ്പന്തയത്തിൽ, ജീവിതമാകുന്ന ഓട്ടത്തിൽ പരാജയപ്പെട്ടും വിഷമിച്ചും കണ്ണുനീരൊഴുക്കിയും ഇനി ഓടാൻ എനിക്ക് ശക്തിയില്ല എന്നും പറഞ്ഞിരിക്കുമ്പോൾ നിനക്ക് ഓടാൻ ശക്തി നൽകുന്ന, നിന്റെ ജീവിതത്തിൽ ഊർജം നൽകുന്ന, ബലം നൽകുന്ന വലിയ ഒരു അഭിഷേകത്തെക്കുറിച്ചാണ് വചനം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയൊരു സമൂഹമുണ്ട്, വിശുദ്ധരുടെ വലിയൊരു സാന്നിധ്യമുണ്ട്. അവർ നമ്മളെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ വിശുദ്ധരോട് വലിയ സ്നേഹമുണ്ട്. പ്രത്യേകിച്ച് മാമോദീസ അവസരത്തിൽ നമുക്കൊക്കെ ഏതെങ്കിലും ഒരു വിശുദ്ധൻ്റെയോ വിശുദ്ധയുടെയോ ഒരു പേരൊക്കെ ലഭിക്കും. ഇപ്പം എൻ്റെ പേര് ഫ്രാൻസിസ് ഓഫ് അസീസി എന്നാണ് എനിക്ക് ബാപ്റ്റിസം നെയിമായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ വിശുദ്ധനോട് എനിക്ക് വല്ലാത്തൊരു സ്നേഹവും ബഹുമാനവും ആദരവും ഒരു ബന്ധവും ഒക്കെ ഉണ്ട്. എന്നതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ എന്തുണ്ട്? ഒരു വിശുദ്ധൻ്റെയോ ഒരു വിശുദ്ധയുടെയോ പേരുണ്ട്. അത് അപ്രകാരം നൽകപ്പെട്ടിരിക്കുന്നത് ആ ബന്ധത്തിൽ വളരുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശുദ്ധരുടെ സാന്നിധ്യം എന്നുള്ളത് അത് വെറുതെ ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് തീരേണ്ടതല്ല, മറിച്ച് ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും നമ്മുടെ ജീവിത വഴികളിൽ കൊണ്ടു നടക്കേണ്ടതാണ്. അതുകൊണ്ട് ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം വചനം ഒരിക്കൽ കൂടെ നമ്മൾ വായിക്കുന്നു. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ ഒരു സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ വലിയ ഒരു സമ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ കത്തോലിക്ക തിരുസഭയുടെ തന്നെ ഏറ്റവും വലിയ സമ്പത്ത് ഇതല്ലേ? അതായത് മാമോദീസ സ്വീകരിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കൃപ എന്നുള്ളത് ആ വ്യക്തി പിന്നീട് ഒറ്റയ്ക്കല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റും എപ്പോഴും വിശുദ്ധരുടെ വലിയൊരു സാന്നിധ്യമുണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് തിരുസഭ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ വിശുദ്ധരൊക്കെ ആരാണ്? നമ്മുടെ കുടുംബാംഗങ്ങളാണ്. ഈ ഒരു ബോധ്യം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരാരും അന്യഗ്രഹ ജീവികളല്ല. നമ്മളൊരു വിശുദ്ധൻ്റെയോ വിശുദ്ധയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ അയ്യോ ഇതൊന്നും ഇവർ ഈ ഭൂമിയിൽ ജീവിച്ചവരല്ല എന്നല്ല, മറിച്ച് നമ്മളെപ്പോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു കുടുംബത്തിൽ പിറന്ന്
നമുക്ക് ചുറ്റുവട്ടത്തും ജീവിച്ച കുറേയധികം ആളുകൾ, നമുക്ക് മുമ്പേ ഈ ജീവിതത്തിൻ്റെ ഭാരവും ഒക്കെ വഹിക്കുകയും നമുക്ക് മുമ്പിൽ ഒരു സൽമാതൃക കാണിച്ചുകൊണ്ട് കടന്നുപോയവർ. ഒരു വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ എന്ന് പറയാൻ നമുക്കറിയാം. കത്തോലിക്ക തിരുസഭ എപ്പോഴാണ് ഒരു വ്യക്തിയെ അപ്രകാരം നാമകരണം ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു സുഹൃതം വീരോചിതമായി ജീവിതത്തിൽ അഭ്യസിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായ വ്യക്തികൾ, ഏതെങ്കിലും ഒരു സുഹൃതം. നമ്മൾ ചിന്തിച്ചേ, നമുക്കൊക്കെ വിശുദ്ധരോട് സ്നേഹമുണ്ട്. എല്ലാ വിശുദ്ധർക്കും വ്യത്യസ്തങ്ങളായ സുഹൃത വഴികളാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നതും. അൽഫോൻസാമ, വിശുദ്ധ അൽഫോൻസാമയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ സഹിക്കുന്നവർക്കുള്ള ഒരു മാതൃകയല്ലേ? അന്തോനിസ് പുണ്യവാളൻ, നമ്മളൊക്കെ പറയുന്നത് എന്താ? കാണാതെ പോയവർക്ക് കണ്ടു കിട്ടാനുള്ള ഏറ്റവും വലിയ മാർഗം വിശുദ്ധ അന്തോനിസ് പുണ്യവാളൻ്റെ മുമ്പിൽ ചെന്ന് മധ്യസ്ഥം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ യൂദാ തദേവുസ്, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സഹോദരന്മാരും ILTC പാസ്സാകാൻ, വിസ ലഭിക്കാൻ, അങ്ങനെ കാര്യസാധ്യത്തിന് വേണ്ടി തീർച്ചയായിട്ടും വിശുദ്ധ സെബസ്റ്റ്യാനോസ്, മഹാമാരി വന്നപ്പോൾ എല്ലാവരും വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ മധ്യസ്ഥം യാചിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഓരോ വിശുദ്ധരുടെയും മുമ്പിൽ അവരുടെ ജീവിതത്തിൽ അവർ പാലിച്ച ഏതെങ്കിലും വിരോചിതമായ ഒരു സുഹൃതം അവരുടെ ജീവിതത്തിൻ്റെ നന്മയായി മാറിയതിലൂടെയാണ് ഇന്ന് നമ്മുടെ കുടുംബാംഗെന്ന നിലയിൽ അവരേത് കാലഘട്ടത്തിലോ ഏത് സ്ഥലത്തോ ഏത് രാജ്യത്ത് ജീവിച്ചു എന്നുള്ളതല്ല, മറിച്ച് അവരുടെയൊക്കെ ഒരു ഇൻവിസിബിൾ പ്രസൻസ്, അദൃശ്യമായ ഒരു സാന്നിധ്യം ഒരു കുടുംബാംഗത്തെ പോലെ നമ്മൾ അനുഭവിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു ബോധ്യമായി ഉള്ളിൽ കൊണ്ടു നടക്കുക. എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് ശക്തമായ ഒരു ബോധ്യം ലഭിച്ചത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഈ ധ്യാന കേന്ദ്രത്തിൽ ഒരു ചെറുപ്പക്കാരൻ, അവൻ ഈ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് അവൻ ഈ ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുകയാണ്. അവൻ്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കണം, ഏത് ജീവിത അന്തസ്സ് തിരഞ്ഞെടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് തീരുമാനമെടുക്കണം. നന്നായി പ്രാർത്ഥിക്കുകയും എടുക്കാൻ. ഒരു ദിവസം ഞാൻ ഇവനോട് സംസാരിച്ചപ്പോൾ ഇവൻ്റെ പ്രാർത്ഥനാ രീതിയെക്കുറിച്ചൊക്കെ സംസാരിച്ചു വരികയാണ്. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഇന്ന രീതിയിൽ പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് ചേച്ചി ഇല്ലല്ലോ, എനിക്ക് നിൻ്റെ കുടുംബത്തെ അറിയാം, നിനക്കൊരു സഹോദരനേ ഉള്ളൂ, ചേച്ചി ഇല്ലല്ലോ, പിന്നെ ഏത് ചേച്ചി? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, കൊച്ചു ത്രേസ്യ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഏത് കൊച്ചു ത്രേസ്യ? ലിറ്റിൽ ഫ്ലവർ, സെയിൻറ്റ് ലിറ്റിൽ ഫ്ലവർ, ഒക്ടോബർ 1-ാം തീയതി തിരുനാൾ ആഘോഷിക്കുന്ന കൊച്ചു ത്രേസ്യ പുണ്യവതി. ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് ഇവൻ്റെ ഒരു ചേച്ചിയായിട്ടാണ് ഇവൻ കണക്കാക്കുന്നത്. എന്നിട്ട് ഇവനോട് സംസാരിച്ചപ്പോൾ ഇവൻ പറഞ്ഞു, അച്ഛാ, വിശുദ്ധരൊക്കെ നമ്മുടെ കുടുംബാംഗങ്ങളല്ലേ? വിശുദ്ധരൊക്കെ നമ്മുടെ കുടുംബാംഗങ്ങളല്ലേ? ചേച്ചിയും ചേട്ടനും അനുജനും അനുജത്തിയും എന്ന പോലെ നമ്മുടെ കുടുംബാംഗങ്ങളല്ലേ? അച്ഛാ, അതല്ലേ കത്തോലിക്ക സഭയുടെ മഹത്വം? പ്രിയപ്പെട്ടവരെ, നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കേ. വിശുദ്ധരൊക്കെ നമ്മുടെ കൂടപ്പിറപ്പുകളാണെങ്കിൽ ആ കൂടപ്പിറപ്പുകൾ അത്രത്തോളം സ്നേഹത്തോടെ ബഹുമാനത്തോടെ നമ്മൾ കണക്കാക്കണ്ടേ? പ്രത്യേകിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങളുടെ വീട്ടിലൊക്കെ ബർത്ത്ഡേ ആഘോഷം ഇപ്പം പണ്ടത്തെ പോലെയല്ല, വലിയ ആഘോഷങ്ങളാണ്. പണ്ടൊക്കെ ചെറുപ്പത്തിലുള്ള കുട്ടികളുടെ മാത്രമായിരുന്നു ആഘോഷിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ രീതികൾക്കൊക്കെ വ്യത്യാസം വന്നു. ഓരോ സംസ്കാരത്തിനനുസരിച്ചും വ്യത്യാസമുണ്ട്. രാത്രി 12 മണിക്ക് തന്നെ കേക്ക് മുറിക്കും, അല്ലേ? കേക്ക് മുറിച്ച് കേക്ക് മുഴുവൻ മുഖത്തൊക്കെ തേക്കുന്നു, പാടുന്നു, ഡാൻസ് ചെയ്യുന്നു, പടക്കം പൊട്ടിക്കുന്നു, വ്യത്യസ്തമായ രീതികൾ. അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യം, ബർത്ത്ഡേ ആഘോഷിക്കുന്ന വ്യക്തിയെ വിഷ് ചെയ്യും, ആ വ്യക്തി ആശംസകൾ നേരും. അത് വാട്സപ്പിലൂടെ ആവാം, ഫോൺ വിളിച്ചിട്ടാവാം, പലതരത്തിൽ. ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്ന വ്യക്തി എന്ത് ചെയ്യും? മിക്കവാറും തന്നെ ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട്, അതായത് ആരൊക്കെ എന്നെ വിളിച്ചു നോക്കത്തില്ലേ, ആരൊക്കെ എന്നെ വിഷ് ചെയ്തു, ആരൊക്കെ എന്നോട് എങ്ങനെ പെരുമാറി എന്നുള്ളത് കൃത്യമായ ഒരു കണക്കെടുപ്പെടുക്കാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബാംഗെന്ന നില പോലെ വിശുദ്ധരെ പരിഗണിക്കുമ്പോൾ ഈ വിശുദ്ധരുടെ തിരുനാൾ ദിവസങ്ങളിൽ ആ വിശുദ്ധരോടുള്ള സ്നേഹവും ബഹുമാനവും അങ്ങേയറ്റം നമ്മൾ പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ തിരുനാൾ ദിനത്തിൽ കൊച്ചു ത്രേസ്യയുടെ മുമ്പിൽ ചെന്നിട്ട്, കൊച്ചു ത്രേസ്യയെ, ദാ നിനക്ക് ഹാപ്പി ഫീസ്റ്റ് എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് വേണം. അന്തോനിസ് പുണ്യാളൻ്റെ തിരുനാൾ ദിനത്തിൽ വിശുദ്ധ അന്തോനിസേ, ചേട്ടനായ വിശുദ്ധ അന്തോനിസേ, ദാ നിനക്ക് തിരുനാൾ മംഗളങ്ങൾ. ഇതൊരു സ്നേഹബന്ധമാണ്. പ്രിയപ്പെട്ടവരെ,
ഇത്തരത്തിലുള്ള ഒരു കുടുംബം എന്ന തരത്തിലുള്ള ഒരു സ്നേഹബന്ധം വർദ്ധിപ്പിച്ചാൽ അത് ജീവിതത്തിൽ, നമ്മുടെ ഓട്ടപ്പന്തയത്തിൽ നമ്മുടെ ഭാരവും പാപവും നീക്കിക്കളയാൻ നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു ഊർജം പോലെ നമുക്ക് ചുറ്റും ഒരു ആവരണമായി നിലനിൽക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, നമുക്കൊക്കെ എന്തോരം ദേവാലയങ്ങളാണ് വിശുദ്ധരുടെ നാമത്തിലുള്ളത്. സെൻറ് തോമസ് ദേവാലയം, സെൻറ് ആൻ്റണീസ് ദേവാലയം, അല്ലേ? അങ്ങനെ തുടങ്ങി എത്രയോ ദേവാലയങ്ങൾ. ആ ദേവാലയങ്ങളിൽ ഒരു കമ്മ്യൂണിറ്റി ആ ദേവാലയത്തോട് ബന്ധപ്പെട്ടുണ്ട്. ഞാനായിരിക്കുന്നത് തോമാസ് ലീഹായുടെ നാമധേയത്തിലുള്ള ഒരു ദേവാലയം. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ആ ദേവാലയത്തിൻ്റെ നേതാവെന്ന് പറയുന്നത് അവിടുത്തെ വികാരി അച്ഛനോ ട്രസ്റ്റുമാരോ ഒന്നുമല്ല, മറിച്ച് ആ ദേവാലയത്തിൻ്റെ കമ്മ്യൂണിറ്റിയുടെ നേതാവ് ആ നാമധേയത്തിലുള്ള വിശുദ്ധനാണ്. തോമാസ് ലീഹായുടെ പേരിലുള്ള ഇടവക ദേവാലയത്തിൻ്റെ ലീഡർ, ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ലീഡർ, ആ കമ്മ്യൂണിറ്റിയുടെ നേതാവെന്ന് പറയുന്നത് തോമാസ് ലീഹായാണ്. എന്നതുപോലെ തന്നെ ഓരോ പള്ളിക്കും അപ്രകാരമുള്ള വലിയ ഒരു നന്മയുണ്ട്. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ ഇടവക ദേവാലയങ്ങളിൽ ആയിരിക്കുന്ന വിശുദ്ധനോട് ഉണ്ടായിരിക്കേണ്ട സ്നേഹവും ബഹുമാനവും തിരിച്ചറിയാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. എത്രത്തോളം നമുക്കൊക്കെ ഈ സ്നേഹവും ബഹുമാനവും ഉണ്ട്. തിരുനാളുകളൊക്കെ ആഘോഷിക്കാറുണ്ട്, ചെണ്ടകൊട്ടും വാദ്യമേളങ്ങളും. ഒരുപക്ഷെ ഈ കൊറോണയൊക്കെ വന്നപ്പോൾ അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ തിരിച്ചറിയണം, വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം സ്നേഹവും ബഹുമാനവും ഈ വിശുദ്ധരോടുണ്ട്. പ്രിയപ്പെട്ടവരെ, എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം തിരുവചനം ദാ നമ്മുടെ മുമ്പിൽ ഒരു വെളിപ്പെടുത്തൽ പോലെ പറയുകയാണ്. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ ഒരു സമൂഹമുണ്ട്. അത് വിശുദ്ധരുടെ, നമ്മുടെ കൺവെട്ടത്ത് കാണാൻ സാധിക്കില്ലെങ്കിലും നമുക്ക് മുമ്പേ നന്മ ചെയ്ത് കടന്നുപോയ അനേക സുഹൃതങ്ങൾ നമുക്ക് പകർന്നു തന്ന വിശുദ്ധരുടെ അതിശക്തമായൊരു സാന്നിധ്യം നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അവരോടുള്ള സ്നേഹവും ബഹുമാനവും നമ്മൾ പ്രകടിപ്പിക്കണം. നമ്മുടെയൊക്കെ വീട്ടിലും വ്യക്തിപരമായ ജീവിതത്തിലും ഈ വിശുദ്ധരുടെയൊക്കെ രൂപങ്ങളും പടങ്ങളുമൊക്കെ വണങ്ങുന്നതും സൂക്ഷിക്കുന്നതുമൊക്കെ നല്ലതാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ രൂപങ്ങളൊക്കെ സ്ഥാപിക്കുന്നത് നമ്മൾ ഇഷ്ടമല്ലേ? അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ, അവർ ചെയ്ത നന്മകൾ ഒക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയിൽ കെടാതെ സൂക്ഷിക്കുകയാണ്. എന്നതുപോലെ തന്നെ വിശുദ്ധരുടെ സാന്നിധ്യമൊക്കെ നമ്മുടെ വീട്ടിലും നമ്മുടെ മുറിയിലും നമ്മുടെ സ്വകാര്യ ജീവിതത്തിലൊക്കെ ഒരു ബന്ധമായി സൂക്ഷിച്ചാൽ അതിൻ്റെ മെച്ചം എന്താണെന്നറിയോ? നമുക്കൊരാവശ്യം വരുമ്പോൾ ആ വിശുദ്ധൻ്റെയോ ആ വിശുദ്ധയുടെ മുമ്പിൽ ചെന്നാൽ കാര്യം പെട്ടെന്ന് നടക്കും. ഉദാഹരണത്തിന്, ഞാൻ നേരത്തെ ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞില്ലേ? ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ വിഷ് ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ ഓർത്തു വെച്ചിരിക്കും. നമ്മളെ വിഷ് ചെയ്യാത്തവരെ നമ്മൾ മാറ്റി നിർത്തും. അതൊരു മാനുഷിക സ്വഭാവമാണ്. നമ്മളെ വിഷ് ചെയ്തവരോടൊരു പർട്ടിക്കുലർ സ്നേഹം. എന്നെ ആ വ്യക്തി ഓർത്തല്ലോ, വിഷ് ചെയ്തല്ലോ, നമ്മൾക്കൊരു ആശംസ പറഞ്ഞല്ലോ, നമുക്കൊരു സമ്മാനം തന്നല്ലോ എന്നുള്ള ഒരു പ്രത്യേക പരിഗണന. ഇതേ പരിഗണന വിശുദ്ധർ നമുക്ക് നൽകും. കാരണം ആ വിശുദ്ധൻ്റെയൊക്കെ തിരുനാൾ ദിനത്തിൽ ചെന്ന് വിശുദ്ധനൊക്കെ ഒരാശംസയും ഒക്കെ പറയുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താ? ആ വിശുദ്ധനും നമ്മളുമായി ഒരു സ്നേഹബന്ധം വരും. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കാര്യം നടക്കാൻ വേണ്ടി ചെല്ലുമല്ലോ. ILTC പാസ്സാക്കണം, 9 തവണ നൊവേന ചെല്ലുന്നു, 10 തവണ ചെല്ലുന്നു, 30 തവണ ചെല്ലുന്നു, അല്ലേ? എനിക്ക് ആ ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, കാണാതെ പോയത് ശരിയാക്കണം, ഇങ്ങനെ തുടങ്ങി കുറേ ആവശ്യങ്ങളുമായിട്ട് ഒരു വിശുദ്ധൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ആ വിശുദ്ധൻ ഒരുപക്ഷെ മൈൻഡ് ചെയ്യില്ല. കാരണം എന്താ? കാരണം അതിനു മുമ്പൊരു സ്നേഹബന്ധമില്ല. അപ്പോൾ ഈ സ്നേഹബന്ധം വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നന്മയും സ്നേഹവും നിലനിൽക്കുകയുള്ളൂ. ഒരു കാര്യം വരുമ്പോൾ നമ്മുടെ കൂടെ ആ വിശുദ്ധൻ്റെ വിശുദ്ധയുടെയോ സാന്നിധ്യമുണ്ടാവും. അതുകൊണ്ട് ഒന്ന്, നമുക്കൊക്കെ പേരിന് കാരണക്കാരായ വിശുദ്ധർ. 2, നമ്മുടെ ജീവിതത്തിൽ വളർന്ന വഴികളിൽ നമ്മളെ വ്യക്തിപരമായി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ചില വിശുദ്ധർ. അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ കമ്മ്യൂണിറ്റിയുടെ
ഇടവകയുടെ, നമ്മളൊക്കെ ആയിരിക്കുന്ന കോൺഗ്രിഗേഷൻ്റെ ഒക്കെ നാമത്തിൻ്റെ ഹേതുവായിട്ടുള്ള വിശുദ്ധർ. അപ്രകാരമുള്ള വിശുദ്ധരോട് ഒരു പ്രത്യേക സ്നേഹവും ബഹുമാനവും ഉണ്ടെങ്കിൽ, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 12 അധ്യായം 1 വചനം പറയുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരവും പാപവും വിഷമിപ്പിക്കുന്ന അവസ്ഥകളെയും നമുക്ക് അതിജീവിക്കാൻ വലിയ ഒരു കരുത്താണ്. പ്രിയപ്പെട്ട ദൈവജനമേ, വിശുദ്ധരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം കൂടെ ഈ വിഷയത്തിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് പഴയ നിയമത്തിൽ പരിശുദ്ധൻ, വിശുദ്ധൻ എന്നൊക്കെ വിളിച്ചിരുന്നത് ദൈവത്തെ മാത്രമാണ്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ മാത്രമാണ് 2 തവണ സാധാരണപ്പെട്ട മനുഷ്യരെ വിശുദ്ധർ എന്ന് വിളിച്ചിരിക്കുന്നത്. അത് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ യേശുവിനോട് ചേർന്ന് ക്രിസ്ത്യാനികൾ അനുഭവിക്കേണ്ടി വരുന്ന പീഡകളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ദാനിയേലിൻ്റെ പ്രവചനം നിലകൊള്ളുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, പഴയ നിയമത്തിൽ പരിശുദ്ധൻ, വിശുദ്ധൻ എന്നൊക്കെ പറയുന്ന ദൈവത്തിന് മാത്രമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ യേശുവിൻ്റെ വരവോടുകൂടെ ഈ കാര്യത്തിന് ഒരു മാറ്റം സംഭവിക്കുകയാണ്. പ്രത്യേകിച്ച് അപ്പസ്തോല പ്രവർത്തന പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, യേശുവിൽ ജീവിക്കുന്ന വ്യക്തികളെ, ക്രിസ്ത്യാനികളെ പരസ്പരം വിളിച്ചിരുന്ന പേര് വിശുദ്ധർ എന്നാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 15 അധ്യായം 26 തിരുവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്തെന്നാൽ ജെറുസലേമിലെ വിശുദ്ധരിൽ നിർധനരായവർക്ക് കുറേ സംഭാവന കൊടുക്കാൻ എന്നിങ്ങനെ തുടങ്ങിയൊരു കാര്യം. ജെറുസലേമിൽ വിശുദ്ധർ, നിർധനരായവർ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട വിശുദ്ധർ, അത് ക്രിസ്ത്യാനികളെ വിളിച്ചിരുന്ന പേരാണ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞത് എന്താ അർത്ഥം? ക്രിസ്തുവിനെ അനുകരിക്കുന്നവനെന്ന് മാത്രമല്ല, മറിച്ച് ക്രിസ്തുവിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. ക്രിസ്തുവിൽ ജീവിക്കുന്ന വ്യക്തി. അപ്പോൾ അപ്രകാരം ക്രിസ്തുവിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയെയും വിളിക്കുന്ന പേരെന്താണ്? വിശുദ്ധർ എന്നാണ്. പുതിയ നിയമത്തിലെ ഈ അഭിഷേകമാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന കൃപ. അങ്ങനെയെങ്കിൽ ഇങ്ങ് നോക്കിക്കേ, ഒരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, നീ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയല്ലേ? നിനക്കുള്ള പേരെന്താ? നീയും ഒരു വിശുദ്ധനാണ്. വിശ്വാസം വരുന്നില്ലാവും അല്ലേ? വിശ്വസിച്ചേ പറ്റൂ. വിശുദ്ധ ഗ്രന്ഥം നിന്നെ വിളിക്കുന്ന പേര് വിശുദ്ധൻ എന്നാണ്. നിന്റെ ചുറ്റുവട്ടത്തിരിക്കുന്ന നിന്റെ കുടുംബാംഗങ്ങൾ ആരാണ്? അവർ വിശുദ്ധരാണ്. യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് വിശുദ്ധ ഗ്രന്ഥം കൊടുത്തിരിക്കുന്ന പേര് വിശുദ്ധർ എന്നാണ്, വിശുദ്ധർ. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയമുണ്ട് ഉള്ളിൽ. അതായത്, അയ്യോ, എൻ്റെ ഈ സ്വഭാവം കൊണ്ട് ഞാനൊരു വിശുദ്ധനാണോ? ഞാനൊരു വിശുദ്ധയാണോ? എൻ്റെ ഈ കുറവുകളും ബലഹീനതകളും പാപവും എൻ്റെ ഈ അവസ്ഥയിൽ എന്നെ വിശുദ്ധനെന്ന് വിളിക്കുന്നത് ഒരു കളിയാക്കി വിളിയല്ലേ? ഇവിടെയാണ് നമ്മൾ തിരുസഭ നൽകുന്ന ഏറ്റവും വലിയ അഭിഷേകം തിരിച്ചറിയേണ്ടത്. അതായത് മാമോദീസ അവസരത്തിൽ നിന്നെ മുദ്ര കുത്തുന്നതോടുകൂടെ നിന്നിലേക്ക് ഒരു ദൈവകൃപയാണ് കടന്നു വരുന്നത്. വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ നാവിൻ തുമ്പിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ആരാണ്? യേശുവാണ്. ആ യേശു നമ്മിൽ ജീവിക്കുകയാണ്. നമ്മിൽ ജീവിക്കുന്നത് പിന്നീട് നാം എന്ന് പറയുന്ന ബലഹീനത നിറഞ്ഞ പാപത്തിൻ്റെയും കുറവുകളുടെയും വ്യക്തിയല്ല, മറിച്ച് യേശുവാണ്. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം, യേശുവിനെ അനുകരിക്കുന്നവരല്ല, മറിച്ച് യേശുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി വിശുദ്ധനാണ്. യേശുവാണ് ആ വ്യക്തിയിൽ ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ വിശ്വസിച്ചു കൊള്ളുക, നിന്റെ ഉള്ളിലും യേശു ജീവിക്കുന്നു. നീയും ഒരു വിശുദ്ധനാണ്, വിശുദ്ധയാണ്. കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടാവും. പക്ഷേ അടിസ്ഥാനപരമായി ഈ വലിയ ബോധ്യം നീ സ്വീകരിച്ചാൽ നിന്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം ഉണ്ടാവും. ഇതൊരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അംഗീകരിക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. അതായത് നിന്റെ ഉള്ളിൽ യേശു ഉണ്ട് എന്നുള്ള ബോധ്യം
അതിന് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അംഗീകരിക്കുക, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. ഇതൊരു തെരഞ്ഞെടുപ്പാണ്. നീ വിശ്വസിച്ചാൽ നിന്റെ ജീവിതത്തിൽ കാഴ്ചപ്പാടുകൾ മാറും, നിന്റെ ജീവിതത്തിൻ്റെ ഗതി മാറ്റപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇന്ന് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. ജീവിതത്തിൻ്റെ ഓട്ടപ്പന്തയത്തിൽ മരവിച്ചും ക്ഷീണിച്ചും അസ്വസ്ഥപ്പെട്ടും ഇരിക്കുന്നവരെ, പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചോണം. നിന്റെ ഉള്ളിൽ ജീവിക്കുന്ന സാന്നിധ്യം അത് യേശുവാണ്. ആ യേശു നിന്റെ ജീവിതത്തിൻ്റെ ഗതി മാറ്റും, ഉണർവും ഉന്മേഷവും നൽകും, പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് നൽകും. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 12-ാം അധ്യായം 1-ാം തിരുവചനം നമ്മൾ വിശ്വസിക്കുന്നു. വചനം പറയുന്നു, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ ഒരു സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. പ്രിയപ്പെട്ടവരെ, ക്ഷീണിച്ചിരിക്കേണ്ടവരല്ല, ഓട്ടമത്സരത്തിൽ പിന്മാറേണ്ടവരല്ല, മറിച്ച് സാക്ഷികളുടെ വലിയൊരു ഗണത്തോടുകൂടെ വിശുദ്ധരോട് ചേർന്ന് തിരുസഭയിൽ നമ്മളൊറ്റയ്ക്കല്ല, നമ്മളൊരു കൂട്ടായ്മയിലാണ്. നമുക്ക് ഒരുമിച്ചോടാം. ദൈവത്തിൻ്റെ ശക്തമായ കൃപ അനുഭവിക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.